ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിട്ടില്ല ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇഡ്ലി ചെമ്പിൽ അല്ലെങ്കിൽ ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഒന്ന് കാണിക്കാമോ എന്ന്. അപ്പോൾ ഇതേ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊന്ന് ഓയിലാക്കിയിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കേക്ക് ടിന്ന് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് സൈഡിലും അതുപോലെ തന്നെ എല്ലായിടും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഞാൻ വെച്ച് കൊടുക്കണമൊന്നുമില്ല. അതിലേക്ക് കുറച്ചൊന്ന് മൈദ ഇട്ടിട്ട് നന്നായിട്ട് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് കേക്ക് നല്ല ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സൈഡിലൊക്കെ നന്നായിട്ട് ഇതേ ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിൽ ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ തന്നെ എടുക്കുക. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയ്ക്ക് പകരം 1/2 കപ്പ് തൈര് എടുത്താൽ മതി. പുളിയില്ലാത്ത തൈര് എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിയണം. അത്രയും നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിർബന്ധമായിട്ടും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കാൻ നോക്കുക. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി നന്നായിട്ടൊന്ന് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരിപ്പ വെച്ചതിന് ശേഷം 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. എല്ലാം ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ കേക്കാണ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുള്ള ബൂസ്റ്റ് പുഡിംഗ് ഉണ്ടല്ലോ, അതിനകത്ത് വെച്ചിട്ടുള്ള ആ കേക്ക് ഈ സെയിം കേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോണേ. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോടൊരു 1/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് ഒരുമിച്ച് ചേർത്താൽ കുഴപ്പമില്ല. പിന്നെ വേണമെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്താൽ മതി. 1/4 കപ്പ് ഏകദേശം കറക്റ്റ് തന്നെ ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ നന്നായിട്ട് ഇതേ മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സൈഡിലുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഇനി ഞാനിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി, റിബൺ ലൈക്ക് കൺസിസ്റ്റൻസി വേണം കേക്കിന്. ആ കേക്കിൻ്റെ ബാറ്റർ എന്നാലും നന്നായിട്ട് കേക്ക് പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആവിയിൽ വേവിക്കാനായിട്ട് ഞാനിത് ഇതുപോലെ ഒരു സ്റ്റീമറാണ് കേട്ടോ എടുത്തിട്ടില്ല. അതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ലി ചെമ്പിലും ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിത് അടുത്ത തട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇറക്കി വെക്കുമ്പോൾ ഒന്നുകിൽ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ആ പാത്രം ഒന്ന് കവർ ചെയ്യണം. അതിന് ശേഷം വേണം ഇതിൻ്റെ അടപ്പ് വെക്കാനായിട്ട്. ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ 30 തൊട്ട് 35 മിനിറ്റ് വരെ വേവിച്ചെടുക്കുകയാണ്. ഫ്ലെയിം കൂട്ടോ കുറക്കോ ഒന്നും ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇതിൻ്റെ മേലെ കൂടെ തന്നെ ചെയ്താൽ മതി. ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ എടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഇതിൽ നിന്ന് തട്ടിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓവനിലൊക്കെ ചെയ്യുന്ന അതേ പെർഫെക്ഷൻ തന്നെ നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്യണം കേട്ടോ. ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ളതാണ് സ്റ്റീമറിൽ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ഇതേപോലെ തന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.